മനുഷ്യോപകാരിയായ മഞ്ഞളിനെക്കുറിച്ചാണ് പറയാൻ തുനിയുന്നത്. കേട്ടോളൂ. കുടൽ സംബന്ധിയായ പല രോഗങ്ങൾക്കും കൈക്കണ്ട മരുന്നാണ് മഞ്ഞൾ. അതാണ് മഞ്ഞൾ തേച്ച് കുളിക്കണമെന്ന് പഴമക്കാർ നിഷ്കർഷിച്ചിട്ടുള്ളത്. മഞ്ഞളിൻ്റെ പ്രധാന ഗുണം രക്തത്തെ ശുദ്ധിയാക്കുക എന്നതാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വയറുവേദന ഉണ്ടാകാറുണ്ട്. ഈ അവസരങ്ങളിൽ തേനും പച്ചമഞ്ഞളിൻ്റെ നീരും ചുക്ക്, കുരുമുളക്, തിപ്പലി എന്നിവയുടെ പൊടിയും ചേർത്ത് പതിവായി രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. അല്പം ചില ദിവസങ്ങൾ കഴിക്കുമ്പോൾ തന്നെയും ശമനം കിട്ടും. ഇനി പറയുന്ന കാര്യം പ്രമേഹ രോഗികൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. കുറച്ച് നെല്ലിക്ക ഇടിച്ച് ചാറെടുക്കണം. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കണം. എന്നിട്ട് ദിവസവും കഴിച്ചു നോക്കൂ. പ്രമേഹ രോഗത്തിന് കാതലായ ശമനമുണ്ടാകും. ചിലർക്ക് കൈകാലുകളിൽ ചുട്ടുനീറ്റലുണ്ടാവുക സാധാരണമാണ്. അതിനും മഞ്ഞൾ കൊണ്ട് പ്രതിവിധി ചെയ്യാം. ചെറുനാരങ്ങ നീര്, മഞ്ഞൾ നീര്, എള്ളെണ്ണ ഇവ തുല്യ അളവിൽ എടുത്ത് കാച്ചി പാകപ്പെടുത്തണം. എന്നിട്ട് കൈകാലുകളിൽ പുരട്ടണം. ചുട്ടുനീറ്റലിന് ശമനമുണ്ടാകും. ഗായകർക്ക് കണ്ഠശുദ്ധി വരുവാൻ മഞ്ഞൾ കൊണ്ടൊരു മരുന്ന് പറഞ്ഞു തരാം. തെങ്ങിൻ ശർക്കര മഞ്ഞൾ നീരുമായി കൂട്ടിക്കലർത്തി കഴിക്കുക. നല്ല ഫലം കിട്ടും. കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ എന്നിവ ഉള്ള ആൾക്കാർ അവർ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ മഞ്ഞൾ ഉൾപ്പെടുത്തണം. ആശ്വാസം ഉറപ്പാണ്. ഇങ്ങനെ മഞ്ഞളിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞാൽ ഒടുങ്ങാത്തതാണ്. ഈ അധ്യായത്തിൽ തൽക്കാലം ഇത്രയും മതി. അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.